ബിരിയാണി ഇങ്ങനത്തെ ബാസ്ക്കറ്റ് കാവിൽ തന്നെ പണിക്കാരനിക്ക ബുബു ഓ കാവൽക്കാരൻ. ഇതൊക്കെയാണ് പണികൾ. അടിപൊളിയാണ്. ഇന്നിപ്പോ ഇരുന്ന് പോവാണ്, അത് കാരണം വേറെ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ. പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മള് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇപ്പൊ നാത്തൂന്റെ വീട്ടിലാണ് നമുക്ക് ഫുഡ് ഒക്കെ അല്ലേ. വീട്ടിലാണ് ഫുഡ്. നാത്തൂന്റെ ഞാനതന്നെ ചോദിച്ചു. നിങ്ങളെ വീട്ടിലാണ് പറഞ്ഞപ്പോ ഇന്നത്തെ പരിപാടി. അപ്പൊ അവിടെ പോവാ. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇവിടുത്തെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു പണികൾ അങ്ങനെ ഇട്ടപ്പോ രസമുണ്ട് അല്ലേ കാണാന്. 9 മണി. എപ്പോഴാ നമ്മള് പോണ്? 11. നാത്തൂന്റെ വീട്ടിലേക്ക് വരുന്ന പോവാണ്. അത് മാത്രല്ല ഉമ്മിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മിപ്പി ഞങ്ങളും അങ്ങനെയാണ് നാത്തൂൻ്റെ വീട്ടിലേക്കൊക്കെ എപ്പോഴും പോക്ക്. ഇനിയിപ്പോൾ ഞാൻ പ്രസവിച്ച് കിടക്കലും നീക്കലും ഒക്കെ കഴിഞ്ഞിട്ടല്ലാണ്ട് പോവുള്ളൂ. അപ്പോൾ ഇപ്പോൾ യാത്രയൊക്കെ ഒന്ന് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അല്ലേ. ഇക്കത് അവിടെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. മുഖത്ത് എണ്ണയൊക്കെ തേച്ച് ഇരിക്കുകയാണ്. ഇക്കാക്ക് പുതിയ ഷർട്ടൊക്കെ ആയി. അപ്പോൾ ഒന്ന് അടിപൊളിയാവാൻ അത്ര. ഞാൻ പഴയ ഡ്രസ്സ് ആട്ടോടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞില്ല ഒക്കെ വെട്ടി വെച്ചു ഡ്രസ്സുകളെന്നൊക്കെ വെട്ടി വെച്ചിട്ട് തയ്ക്കാൻ നോക്കുമ്പോൾ മെഷീന് പണി മുടക്കി. പണി മുടക്കല്ല, പണി കൂട്ടുക. അതായത് മെഷീന് സ്വിച്ച് ഇട്ടാൽ താനടിയുക. നമ്മൾ ചവിട്ടുമ്പോഴാണല്ലോ അത് അടിയേണ്ടത്, ഇത് താനടിയുക. അപ്പോൾ ഞാൻ ഇന്നലെ നോക്കിയിട്ട് ഇതാ ഈ ഡ്രസ്സ് ഇടാന്ന് വെച്ചു. ഇതിൻ്റെ പഴയ ഡ്രസ്സാണ്, പക്ഷെ കുറേ ആയിട്ടിട്ട്. അപ്പോൾ ഇത് ഇന്നലെ ഇട്ട് നോക്കിയപ്പോൾ പാകമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിടാനൊരു പൂതി. അപ്പോൾ ഇന്ന് ഇതിടാന്ന് വിചാരിച്ചു. കുട്ടി തിമ്മയില്ല, മമ്മ മുഖം കഴുകട്ടെ. ഇവിടെ ഇട്ടാ വിരുന്നേര് നമ്മളെ വീട്ടിലേക്ക് വരുന്നൊന്നും പെരുന്നാളാക്കാർ, അതേപോലെ വിരുന്ന് പോകണം അതിലേറെ പെരുന്നാളാക്കാരില്ലേ. അപ്പോൾ ഒരുങ്ങണതിൻ്റെ മുമ്പ് അറിയാലോ, ഫേസ് വാഷ് നമ്മളെ ഡെർമാവോയിലിൻ്റെ ഹൈഡ്രാ ക്ലെൻസറാണ് കേട്ടോ. രാവിലെ കുളി കഴിഞ്ഞതാണ്. അപ്പം പോകാൻ നേരത്തെ ഒരുങ്ങുമ്പോൾ ഒന്ന് മുഖം കഴുകും. അത് നമ്മുടെ സ്ഥിരം ഫേസ് വാഷ്. നാച്ചുറൽ കൊളോയിഡിൽ ഓട്ട്മീൽ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ നമ്മളുടെ ഈ ഒരു ഫേസ് വാഷ്. നല്ല സൂപ്പർ ഫേസ് വാഷാണ്. ഡ്രൈ സ്കിന്നുള്ളവർക്കും നോർമലി സ്കിന്നായിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. സാധാരണ ഫേസ് വാഷ് പോലെ നല്ല പതാങ്ങനൊന്നും ഉണ്ടാവില്ല. സോപ്പ് ഫ്രീ ആണ്, അതേപോലെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും എല്ലാ സ്കിന്നുകാർക്കും അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. നല്ല മൈൽഡ് ആയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷാണ്. പിന്നെ അടുത്തത് എന്താ പൂസേ? മോയ്സ്ചറൈസർ തേക്കാം അല്ലേ. അപ്പോൾ ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസിങ് ലോഷനാണ് കേട്ടോ. അപ്പോൾ ധാരാളം വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് സ്കിന്നിൻ്റെ pH ലെവലൊക്കെ ബാലൻസ് ചെയ്യാനും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എങ്ങടെയൊക്കെ പോണതിൻ്റെ മുന്നേ ഞാൻ ഒരുങ്ങുന്നതിൻ്റെ മുമ്പ് ഈ മോയ്സ്ചറൈസറും തേച്ചിട്ട് കേട്ടോ. അപ്പോൾ മുഖത്തിന് നല്ലൊരു ഒരു കവറിങ് പ്രൊട്ടക്ഷനാണ് കേട്ടോ. മേക്കപ്പിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് പോകണില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഈ ഒരു മോയ്സ്ചറൈസർ തേച്ചിട്ട് കിട്ടും. മുഖത്തിനൊക്കെ നല്ലൊരു തിളക്കക്കാരി. നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിന് നല്ലൊരു എന്താ പറയുക, ഒരു ഗ്ലേസിങ് ഉണ്ടാവും. ഇതും എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നും ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ മുഖം മാത്രം വൃത്തിയായാൽ പോരല്ല, നമ്മുടെ കൈയും കാലും ഒക്കെ വൃത്തിയാകാൻ വേണ്ടിയിട്ട് ഞാൻ വിരുന്ന് പോകുമ്പോഴും അല്ലാത്തപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഡെർമാവോയിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ കേട്ടോ. ഇതിൽ നാച്ചുറൽ കൊളോയിഡിൽ ഓട്ട്മീലാണ് തുടങ്ങിയിട്ടുള്ളത്. സ്കിന്നിന് നല്ലതാണ്. സ്കിന്നിൻ്റെ pH ലെവൽ ബാലൻസ് ചെയ്യാനും അതുപോലെ ഇതും എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ലോഷനാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ തേച്ച് കഴിഞ്ഞാലും ആ ക്രീം ഇങ്ങനെ കാണൂലേ, പുറത്തേക്ക് അങ്ങനെ കാണുന്നില്ല. വേഗം തന്നെ സ്കിന്ന് അബ്സോർവ് ചെയ്തിട്ട് ക്രീം തേച്ചതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല, നല്ല വൃത്തി ഉണ്ടാവും. ഡെർമാവോയിലിൻ്റെ ഫേസ് വാഷും അതുപോലെ ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷനും അതുപോലെ ഡെർമാവോയിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷനൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ സൈറ്റിലും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക. ഇനി ഒരുക്കാനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഒരുക്കാനങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഷാള് ഈ ഒരു ഭാഗം ഇവിടെ അങ്ങനെ പിൻ ചെയ്ത് വെച്ചു. ഈ ഭാഗം പിൻ ചെയ്യാതെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടോ. എന്താ ഈ ഭാഗത്തെ വയറൊക്കെ ഒരു മറവ് കിട്ടുമല്ലോ. അപ്പോൾ വയറ് രണ്ടു എന്നുള്ള പ്രശ്നം വേണ്ടാവുന്നല്ല കേട്ടോ. ഇത് ഞെറിവില്ലാത്ത ഡ്രസ്സല്ല. ഞെറിവുള്ള ഡ്രസ്സാകുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല. ഞെറിവില്ലാത്ത ഡ്രസ്സാകുമ്പോൾ എന്തോരും. എൻ്റെ ഒരുക്കാനങ്ങൾ കഴിഞ്ഞ് ഇക്കാൻ്റെ ഒരുക്കാനങ്ങളാണ്. ഇക്കാക്കിന് പുതിയ ഷർട്ടൊക്കെ അല്ലേ. കഴിഞ്ഞിട്ടില്ലല്ലോ.
നാത്തും വരുമ്പോൾ എപ്പോഴും എന്താ വാഴക്ക ചേന കുമ്പളങ്ങാന്ന് പോലത്തെ സാധനങ്ങൾ കൊണ്ടുവരും. അപ്പം എൻ്റെ വക ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ ഇതൊന്നും എടുക്കട്ടെ. ഷാബിപ്പിക്ക് നമ്മളെ ഐറിസ് നിന്ന് കിട്ടിയിട്ടുള്ള ഹാൻഡ് ചെയിനും റിങ്ങൊക്കെ കൊടുക്കാൻ വിചാരിച്ചു. നാത്തൂനിക്ക് ഒരു മോളും ഒരു മോനും കേട്ടോ. പിന്നെ നേരത്തെ അടുത്തത് ഇന്നലെ അടുത്തതാ. ഇത് ഷെഫ് കൂട്ടനെ എനിക്ക് വള വാങ്ങിച്ചു തന്നാ കേട്ടോ. പക്ഷെ കുറച്ച് സൈസ് കുറവാണ്. അപ്പോൾ അത് റിങ്ങിന് കൊടുക്കണം. പിന്നെ ഒരുക്കാനും കഴിഞ്ഞു. സത്യത്തിൽ സമാധാനമില്ല കേട്ടോ. ഞങ്ങൾ എന്തോ 8-ാം മാസമൊക്കെ ആയില്ലേ. അപ്പം ഇപ്പോൾ പെട്ടിയൊക്കെ ഒരുക്കി വെച്ച് ഇരുന്നാലുള്ളൊരു സമാധാനം. 8-9 ഭേദമല്ല എന്നല്ലേ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്ന പോലെ. തുണി കഷ്ണങ്ങളും ഇതൊക്കെ മെച്ചി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എബിലോട്ടയുടെ വീഡിയോ കണ്ടവർക്ക് അറിയണ്ടാവും. എന്നാലും പിന്നെ കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിരിക്കുക. ഡ്രസ്സൊക്കെ വാങ്ങിച്ച് വാഷ് ചെയ്യണം. കുട്ടിക്ക് ബെഡും ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. 1, 2, 3 ബെഡുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഒരു ബെഡ് കാണിച്ചു തരാം കേട്ടോ. ആ ബെഡൊന്നും അതിൻ്റെ മുകളിൽ ഇട്ടതോ റാക്കിൻ്റെ മുകളിൽ ഷർട്ട്. മറ്റേ കുട്ടിയുടെ ബെഡ് ബേബി ക്രാഡിൽ ലാവൻഡർ ഡിസൈനുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒക്കെ ഇല്ല. പണ്ടൊക്കെ നമ്മൾ ആ ഓട്ടോട്ടോ കൊട്ടല്ലേ. ഇപ്പോൾ ഇങ്ങനത്തെ കൊട്ടകളാണല്ലോ അല്ലേ. ഇങ്ങനത്തെ ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ ഈ ഒരു ബെഡ് ഉണ്ട്. ബേബിക്ക് കിടക്കാനുള്ള ബെഡ് ഉണ്ട്. ഇത് ബെഡിൻ്റെ മുകളിൽ വെക്കുന്ന നെറ്റാണ് കേട്ടോ. പിന്നെ ഇതാ ബേബിൻ്റെ തൊട്ടിലുണ്ട്. ഞാൻ പറഞ്ഞ് വീട് നിറയെ തൊട്ടിലാക്കായിരുന്നു. എല്ലായിടത്തും തൊട്ടിലാക്കായിരുന്നു. പിന്നെ ഇതാ ബേബി റിസീവിങ്ങിനുള്ള ഈ ഒരു ഇത് ബേബി റിസീവിങ്ങിന് ഇങ്ങനത്തെ നോക്കാനൊക്കെ ഞാൻ അപ്പോൾ ഓരോരുത്തർക്ക് കണ്ടിട്ടാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ പണ്ടൊക്കെ ടർക്കിയൊക്കെ അല്ലേന്ന്. ഇത് ആ സാധനം കുട്ടിക്ക് കിടക്കാണ്ട് ഇതൊക്കെ സ്പോഞ്ചായിട്ട് കേട്ടോ. ഇത് പിന്നെ തൊട്ടിലിൻ്റെ ഇതാണ് കേട്ടോ. എന്താ പറയുക, തൊട്ടിലിൻ്റെ മുകളിൽ വിടുന്ന നെറ്റ്. പിന്നെ ഇത് ബേബി ബെഡിലൊക്കെ ഇടുന്ന കുഞ്ഞു കുഞ്ഞു കുഷ്യനുകളാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കുഷ്യനുണ്ട്. ഇത് തൊട്ടിലിൽ കെട്ടുന്ന ആ ഒരു സ്റ്റാറുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ഷെഫ്മാരെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനത്തെ തലയാണിയും കുഞ്ഞു കുഞ്ഞു കുപ്പായങ്ങളും ഒക്കെ ഒരു കൊട്ട നിറച്ച് ഞാൻ തന്നെ ചെയ്തിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തിന് പിന്നെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് നല്ല വില കുറവിലൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. ബൂബ് പറഞ്ഞിട്ടില്ല പോണേ. ഷെഫ് കൂട്ടനില്ല കേട്ടോ. എനിക്ക് പരീക്ഷയാണ്. നാളെ പരീക്ഷയാണ്. അപ്പോൾ ഓനൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ. ഇതാണ് നിൽക്കാണ്ട് പുതിയ ഷർട്ട് കേട്ടോ. രസമല്ലല്ലോ. അടിപൊളിയാ. ഞങ്ങൾ ഷീലെടുക്കാൻ പോയപ്പോൾ ഷീലെടുത്തില്ല. എന്നിട്ട് അടിച്ചതാണ് കേട്ടോ. ഏകദേശം ഇതേമാറ്റൊക്കെ ഷർട്ടൊക്കെ തന്നെ കഴിഞ്ഞ പുള്ളി ഷർട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞില്ലേ. നല്ല അഭിപ്രായം പറഞ്ഞോണ്ടല്ലേ. നമുക്ക് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് തന്നെ അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഇനി കുറച്ചു കാലം ഇതിമ്മ അങ്ങോട്ട് കണ്ടിന്യൂ ആവുമ്പോൾ അതൊക്കെ ഷർട്ടാക്കാൻ ഇതിന്റെ ഡ്രസ് ഇതിലൊരു നരച്ച പോലെ അല്ലേ. അങ്ങനെ നിരപ്പൊന്നുമില്ല കേട്ടോ. നല്ല കറുപ്പാ അല്ലേ. വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു നിറവില്ലമാരുണ്ട്. പക്ഷെ നല്ല ബ്ലാക്ക് ആണ് കേട്ടോ. ഇപ്പിയുടെ കാറ്റത്തിന് കേട്ടോ രാജിമോനും. പിന്നെ ഞങ്ങൾ നാത്തൂൻ്റെ കൂടെ പോയിട്ട് ഇന്ന് കടൽ കാണാനും കൂടി പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഉമ്മാക്ക് കടൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാത്തൂൻ്റെ കൂടെ പോയിട്ടാണ്. നാത്തൂൻ്റെ വീടിൻ്റെ അടുത്തൊന്നല്ല കടൽ. പക്ഷെ ഞങ്ങൾ അങ്ങനെ നാത്തൂനെ മുട്ടി കടൽ കാണാൻ പോക്കുന്നുണ്ട്. അപ്പം ഉമ്മ ഒരു ദിവസം വർത്താനത്തിന് ഇടയ്ക്ക് പറഞ്ഞു ഇപ്പം എന്നാപ്പോൾ ഉണ്ട് അതിനൊക്കെ പോവുക. കാരണം ഞാൻ അങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പ്രസവം ഇതൊക്കെ കഴിഞ്ഞ് ഒക്കെ എന്നേലല്ലേ പോകാൻ പറ്റുള്ളൂ. പോകാൻ പറ്റില്ല എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഉമ്മാനെ കടൽ കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. നല്ല ഇഷ്ടമാണ് കടൽ കാണാൻ. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര കഴിഞ്ഞ് നമുക്ക് ക്ഷീണമൊന്നുമില്ലെങ്കിൽ അല്ലേ. ക്ഷീണം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കടലൊക്കെ ഒന്ന് കാണാൻ പോകും. ഇല്ലെങ്കിൽ ചിലപ്പോൾ നസീർത്തിൻ്റെ അവിടെ കൂടിയങ്ങാണ്ട് അങ്ങനെ തന്നെ തിരിച്ച് പോരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ മമ്മൂട്ടിയാകാൻ പോകുന്നുണ്ട്. മമ്മൂട്ടിയാവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മമ്മൂട്ടി ആയതുകൊണ്ടല്ല കേട്ടോ. നമ്മള് ഗ്ലാമറിന്റെ ഒരു പര്യായല്ലേ മമ്മൂട്ടി. അതാണ് മമ്മൂട്ടി അറിയുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മമ്മൂട്ടി സ്വയം പറയാനൊക്കെ ആയിരിക്കൂലേ. അപ്പൊ ഇക്ക മമ്മൂട്ടി ആയിട്ടുണ്ട്. ഞാൻ മുമ്പിലാ കാര്യട്ടോ ഇരിക്കുക. അഥവാ ബാക്കിൽ ഇരിക്കാൻ തന്നെ നിന്നാ തന്നെ ഇപ്പം സമ്മതിക്കൂല കേട്ടോ. ഓല് എന്തായാലും പറയും മുമ്പിൽ അവിടെ ഇരുന്നോന്ന് പറയും. സാധാരണ അങ്ങനെ ഞങ്ങള് ബാക്കിലടക്കും. അങ്ങനെ ഇരിക്കണേന് ഇഷ്ടം. എന്താ വെച്ചാല് ഇപ്പൊ മുമ്പിൽ പിന്നിലിരിക്കുമ്പോ നമുക്കൊരു ഇടങ്ങാറല്ലേ. പക്ഷെ ഇങ്ങനെ ആവുകൊണ്ടാണ്. എടുക്കാൻ പോയപ്പോ ഇത് കണ്ടപ്പോ ഇപ്പൊ നല്ല അത്രയൊക്കെ പൂജകളോ. രാജിമോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. രാജിമോൻ ഇന്റർവെല്ലിന്റെ ട്യൂഷന് പഠിക്കുന്നത് ഒരുവിധം എല്ലാ കൂട്ടുകാർക്കും അറിയുണ്ടാവില്ലേ. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇന്റർവെല്ലിന്റെ ട്യൂഷനിലൊന്നും മക്കളെ ചേർത്താൻ ഫീസ് കൊടുക്കാനോ ഒക്കെ കാരണം കൊണ്ട് പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കും കൂടിയും സന്തോഷ വാർത്തയായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്.
I fill up the glass to the brim. രാജമോൻ ഇപ്പം അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഓൺലൈൻ ക്യാമ്പാണ് കേട്ടോ. സാധാരണ ക്ലാസ് അല്ല, ഇന്റർവെല്ലിന്റെ തന്നെ ഒരു ഓൺലൈൻ ഫ്രീ ക്യാമ്പാണ് കേട്ടോ. മോന് മുമ്പ് ഇതുപോലെ ഓൺലൈൻ ക്യാമ്പിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. മക്കളെ നല്ല ആക്റ്റീവായി നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു ക്യാമ്പൊക്കെ നടക്കുന്നത് കേട്ടോ. കാരണം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ആണ് ഇതിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസിലൂടെ ഓരോ ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് തുടങ്ങി അവരെ എൻഗേജിംഗ് ആക്കി ഇരുത്തുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ലേൺ വിത്ത് ജീനി എന്നാണ് ഈ ഒരു ക്യാമ്പിന്റെ പേര്. ഈ ക്യാമ്പിലൂടെ കുട്ടികൾക്ക് ഇംഗ്ലീഷും മലയാളം റീഡിങ്ങും റൈറ്റിങ്ങും അതുപോലെ ഈസി ലേണിംഗ് മെത്തേഡ്, അതുപോലെ മാത്സിൽ ഈസി ടിപ്സ് ആൻഡ് ട്രിക്സ്. ചെറിയ കുട്ടികളാണെങ്കിൽ സൗണ്ട് ആൻഡ് പ്രൊനൗൺസിയേഷൻ ഒക്കെ പ്രോപ്പർ ആക്കി കൊടുക്കും. ഇപ്പൊ നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നതിനൊപ്പം അവരുടെ ബേസിക്സും കൂടി പ്രോപ്പർ ആക്കണല്ലോ. സോ ഈ ഫ്രീ ക്യാമ്പ് അതിന് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. മക്കളുടെ ക്ലാസ് ഒക്കെ ഇട്ട് വന്ന ഒരു ഈവനിങ്ങിലാണ് ഈ ഒരു ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈവായിട്ടും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആയിട്ടും ഒക്കെയാണ് ഇവര് ഡിഫറെന്റ് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് ഇവരെ എൻഗേജിങ് ആക്കിയിട്ടാണ് ക്യാമ്പ് നടക്കുക കേട്ടോ. രാജ്യമോൻക്ക് ഇപ്പൊ നടക്കുന്ന ഈ ഒരു ക്യാമ്പ് മാത്രമല്ല കേട്ടോ ഇന്റർവെല്ല് കൊടുക്കുന്നത്. ഇന്റർവെല്ല് ഇതുപോലെ KG to 10th വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡിഫറെന്റ് ക്യാമ്പ്സ്, അതായത് ഫ്രീ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. രാജ്യമോൻ ഈ ക്യാമ്പ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ല എത്ര ആക്റ്റീവ് ആയിട്ടാണ് അവൻ ഇരിക്കുന്നതെന്ന്. എല്ലാ കുട്ടികളോടും ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ക്യാമ്പ് നടത്തുന്നത് കേട്ടോ. മക്കളെ ആക്റ്റീവ് ആക്കാൻ എൻഗേജിങ് ആക്കാൻ ഈ ക്യാമ്പ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ ഇതുപോലെ ക്യാമ്പ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. കാരണം കുറച്ചും കൂടി ഫണ്ണായിട്ട് പഠിക്കാനല്ല എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ ഫീസൊക്കെ കൊടുക്കാനില്ലാത്തത് കാരണമൊക്കെ ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ ഇന്റർവെൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വെക്കേഷനിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ഫ്രീ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്രിസ്മസ് വെക്കേഷനിൽ പഠനവും വിനോദവും ഒരുമിച്ച് ആസ്വദിക്കാൻ ഇതിലൂടെ എഴുത്തും വായനയും കണക്കും ഒക്കെ എളുപ്പാക്കാം ഒരു ഫ്രീ ക്രിസ്മസ് ടൂറിലൂടെ. ഈ വരുന്ന 26, 27, 28 തീയതികളിലാണ് ഈ ഒരു ഫ്രീ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. സോ KG to 10th വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ഓൺലൈൻ ഫ്രീ ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള അവസരം. ആകെ 250 രജിസ്ട്രേഷൻ ആണ് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാണ്ട് കൾച്ചറൽ ഇവന്റ്സ്, ലൈവ് ഇവന്റ്സ്, ബ്രെയിൻ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഹോളിഡേസിൽ 3 ദിവസമാണ് ഈ ഒരു ക്യാമ്പ്. ഈ വെക്കേഷൻ വെറുതെ കളയാതെ ഈ ക്യാമ്പിൽ മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരെ എൻഗേജിംഗ് ആക്കി യൂസ്ഫുൾ ആക്കി ഹോളിഡേ ആക്കാൻ പറ്റൂട്ടോ നമുക്ക്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർ സ്മാർട്ട് വാച്ച്, ടാബ്, ഫാമിലി ടൂർ പാക്കേജിങ് തുടങ്ങിയിട്ടുള്ള ഗിഫ്റ്റുകളും കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ മക്കളെല്ലാവരും ജോയിൻ ചെയ്യിപ്പിക്കുക, അവർക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈ ഫ്രീ ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ കൂടുതലായിട്ട് ഒന്നും ചെയ്യണ്ട. ജോയിൻ ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആയിരിക്കും കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരെ കോൺടാക്ട് നമ്പറും കൊടുക്കാം കേട്ടോ. അപ്പൊ തന്നെ കൊണ്ടിട്ട് ഫ്രീസറിൽ വെക്കണം, അല്ലെങ്കിൽ അത് ഇതാവും. മറ്റേ കുട്ടി അമ്മായിന്റെ അവിടേക്ക് എത്തിയത്. ഞാൻ വിചാരിച്ചു നമ്മൾ അമ്മായിയുടെ അവിടേക്ക് എത്തിക്കാണ്. നസിയാർത്ത് സ്വീകരിക്കാൻ വരുന്നുണ്ട്. എന്നാ പോവാ. സ്വീകരിക്കാൻ എത്ര ആൾക്കാരാന്നറിയാം. അമ്പലത്തിൽ കൂടെ എത്ര ആൾക്കാരാ നിൽക്കുന്നത്. ബൂബുന്റെ പപ്പ കേട്ടാ. കാടമ്പൂച്ചകളെ നല്ലനുണ്ട് ഇതിന്. അപ്പൊ അവന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണേ. സ്വാഗതമുള്ള കിട്ടിയിട്ടുണ്ടോ? അല്ല, എന്നിട്ടിപ്പോ മകളോടൊക്കെ വന്നിട്ടിപ്പോ എന്താ ഇപ്പൊ നിങ്ങൾക്ക് തോന്നണത്? ഇപ്പൊ കുറച്ചേരം ഇരുന്നിട്ടാണ് 4 പുറന്ന് നടക്കാന്. കുറച്ചേരം എന്നിട്ടൊക്കെ കാണട്ടെ. ഞാനും ഉമ്മാനോട് കടല് കാണാൻ കൊണ്ടുപോണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ ഉമ്മാക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനതല്ലേ ഓളിങ്ങനെ ഇങ്ങനെ കൊണ്ടാണ് പോവാന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒക്കെ കഴിഞ്ഞ് നീച്ച് ഇനി പോക്കുണ്ടോ ഒന്നും അറിയില്ലല്ലോ. ഒന്ന് പോവാന്ന് ഓനായിട്ട് പറയണേ. കുട്ടി വലുതായിട്ട് ഓനായിട്ട് പോവാന്ന്. ഓനായിട്ട് പോവാന്ന്. ആൺകുട്ടിയാണെന്ന് ഉറപ്പിച്ചു പോകുന്നല്ലേ. തൊള്ളിൽ അങ്ങനെയാണ്. നസിയാർത്തിന്റെ ബിരിയാണി ഐറ്റംസുകളൊക്കെ ഉണ്ട്. തേങ്ങ ചമ്മന്തി, കോഴിമുട്ട, ചിക്കൻ പൊരിച്ചത്,
ഞാൻ നിങ്ങളുടെ ടേസ്റ്റ് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത്ര ഉള്ളു. സക്കീർ മാമനെ വിളിച്ചുള്ള വളമ്പാനാണ്. അപ്പോൾ പറയണേ ഏയ് സക്കീർ മാമനെ അപ്പൊ വളമ്പ് വെച്ചു. അപ്പൊ മോന് വളമ്പുമ്പോ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നുന്നു എന്തൊക്കെ അവിടെയും ഇവിടെയും കുറെ ഉണ്ടുമയൊക്കെ കാണാനുണ്ട്. എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? പിന്നേരൊക്കെ നീച്ച് വീട്ടമ്മക്ക് ഇപ്പോഴും നീക്കാൻ പോലില്ല. സാവധാനം സാവധാനം എന്നൊക്കെയാണ് പറയണത്. ഇതൊക്കെ ഉണ്ടാക്കിയതിനുള്ളതൊക്കെ ക്ഷീണം. കാലത്തിപ്പോ ബിരിയാണി ഒക്കെ കഴിച്ചില്ലേ? അടിപൊളിയായിരുന്നു. കടല കാണാൻ പോണോ? പോണം. മധ്യാഹ്നം പോകുന്ന ഇന്ന് അതിലെ തന്നെ പോന്നു. അതിലെങ്ങനെ പോരെ ഉമ്മ മീനിനെ കാണാൻ വേണ്ടി വന്നിക്കാണേ. ഇങ്ങനത്തെ ഒരു പ്ലാവ് ഇപ്പൊ വെച്ചാല് സംഗതി ക്ലിയറാ. ഏത് കാലത്തും ഉണ്ടാവും. മീനുകളൊക്കെ കണ്ടുവന്നോ? മീനുകളൊക്കെ കണ്ടു. മീനുകൾ നല്ല രസമുള്ള മീനുകൾ, നല്ല ആ ചുവപ്പ് മീന്, പിന്നെ വാളി. ഉമ്മയൊക്കെ വന്നിരുന്ന മീൻ കാണാനേ. പിന്നെ അവിടെ ഉണ്ട് ഇത്ര പോകുന്നൊരു പ്ലാവ്, നമ്മൾ നിറച്ച് ചക്കയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നീച്ച് സുലൈമാൻ പിടിക്കണല്ലേ? പോകാൻ ചായ പായസം. ഉമ്മ അവിടെ ഫോൺ വിളിയില്ല. ഇതൊക്കെ കുടിക്കാനതാ വെള്ളം. ഞങ്ങള് കടലോരത്തേക്ക് പോവാൻ കേട്ടോ. കടലോരത്തേക്ക് ഉമ്മാനെ കടൽ കാണിക്കുന്നുണ്ട്. ഉമ്മക്ക് എന്തൊക്കെയാ കിട്ടൊക്കെ ചെയ്തിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ കിയ്യൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴുള്ള കിയ്യൊന്നും അല്ല. വലിയൊരു പട്ടളടെ കണ്ടുകൂടാ. ഏതാ വേണ്ടതെന്ന് വലിയ കവർ പിടിച്ചിട്ടേ ചെറിയ കവർ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ചോദിക്കാ ഏതാ നിങ്ങൾക്ക് വേണ്ടത്. വലുതാ കൊടുക്കും, ചെറുതി അമ്മക്കും. അത് കൊണ്ടു ഞാൻ വരും, ഞാൻ പിടിക്കാം. അത് കനണ്ടല്ലേ, കനണ്ട് ഇതുള്ളൂ. കള്ളി കാണാൻ പോവല്ലേ അമ്മ? കാണാൻ പോയിട്ട് എത്ര കിട്ടിയാവല്ലേ? അല്ല അപ്പൊ പോയാൽ 5 മണിയാകുമ്പോൾ അവിടെ എത്തും. 5-5 കാലാകുമ്പത്തിന് ഈ വണ്ടി പറയുമ്പോൾ ആ മൂന്നൊക്കെ കല്ലു നോക്കട്ടോ. ഞാൻ വണ്ടി നിർത്തിയിട്ട് പറ്റേ. കടലിലൊക്കെ എത്തി. ഉണ്ണിയാൽ ബീച്ച് ആണൊക്കെ അവിടെ നല്ല സുഖമാണ്. കുളിക്കാനൊക്കെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. സദ്യേ ഒന്നുമില്ല. നിശേത്ത് ഇറങ്ങണില്ലേ? നിശേത്തെ ഫോണ് പിന്നെ ചെയ്യാ. കുറച്ച് കഴിഞ്ഞാൽ ഇത് ആസ്വദിക്കാൻ കിട്ടൂല. 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ അത് ഇർട്ടാവും. കടലിൽ പുഷപ്പ് എടുക്കണം പറഞ്ഞത്. കടൽ കണ്ടപ്പോ വേണ്ടേ? ഓക്കെ കടപ്പുറത്ത് വന്ന് പുഷപ്പ് എടുക്കണം അവന്റെ ആഗ്രഹമായിരുന്നു. ഇത്രേ അവനിപ്പ തിരമാല കൊണ്ടുപോകും. സ്ഥലമാണ്, പക്ഷെ പബ്ലിക് ടോയ്ലറ്റും കാര്യങ്ങളല്ല. അതാണ് രാജിമോനെ നോക്കാൻ നേതൃത്വം വഹിച്ച് നിൽക്കണം. അല്ലെങ്കിലും ഞാൻ ഓടലില്ല. ഇപ്പൊ ഇപ്പോഴായിട്ട് ഇപ്പൊ എന്തിനാ കുട്ടീനെ കൊണ്ട് ആദ്യമായിട്ട് കടലിൽ കുട്ടിന്റെ ആദ്യത്തെ കടലുകാളിലാണ്. ഇനി കടലിലേക്ക് വന്നിട്ടില്ലെന്നൊന്നും കുട്ടി പറയാൻ പാടില്ല. നമ്മൾ വീഡിയോ കാണിച്ചു കൊടുക്കും. തെളിവ് സഹിതം നമ്മൾ കാണിച്ചു കൊടുക്കണം വീഡിയോയില്. എന്തൊക്കെ കിട്ടിയത്? വണ്ടിക്കൂലി മുതലായില്ലേ? ഇമ്മാക്കും ഇപ്പൊ വേണ്ടേരും. നിങ്ങൾ തപ്പി നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിയൊക്കെ. ഇതാ
ഇവിടെ ഒരു പോലെ ഞാനൊന്നും എടുത്തു എന്നിട്ട് അമ്മക്ക് ഇത് കിട്ടിയതാ എന്നിട്ടും കിട്ടിയില്ലേ. അമ്മായിന്റെ വക തന്നാണ് പറയാം. കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ 8ാം മാസത്തിൽ വന്നപ്പോ 8ാം മാസത്തിൽ വന്നപ്പോ അമ്മായിയുടെ വക കുട്ടിയെ അമ്മായിയുടെ വക ഓന് തന്നെ പറയുന്നത്. എല്ലാരും ഓന് ഓനെന്ന് പറയുന്നത്. കേസ് ഒന്ന് കണ്ടോട്ടെ അമ്മക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ വീഡിയോയിൽ കൂടെ. കടലൊക്കെ കാണാൻ പോയി വന്നു. അങ്ങനെ രാവിലെ ഇറങ്ങിപ്പോയി, രാത്രി ആയപ്പോ തിരിച്ചു വന്നു. കുഴപ്പമൊന്നുമില്ല. ഉമ്മച്ചി വിളിച്ചിരുന്നു അതിന്റെ ഇടയ്ക്ക്. അപ്പൊ ഞാന് ഇങ്ങോട്ട് പോയതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മെസ്സേജിന്റെ ഇടയ്ക്ക് പൊയ്ക്കാണ് അങ്ങനെ പറഞ്ഞു. കടലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊയ്ക്കാൻ ഉമ്മച്ചിക്ക് ബേജാറാവും. വന്നു കഴിഞ്ഞ് നാളെ പറഞ്ഞ കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞിട്ടില്ല. അവിടുന്ന് നമ്മൾ കുറേ സബ്സ്ക്രൈബർ കൂട്ടുകാരെ കണ്ടല്ലേ. ഇനി നാളെ നേരത്തെ നീച്ച് ബ്ലഡ് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. അതിനൊക്കെ പോകണം. ഞങ്ങള് നല്ല കഞ്ഞി വെച്ച് കുടിക്കട്ടെ അല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബുബുനാണെങ്കിൽ പുറത്ത് പോയിട്ട് പുറത്ത് കഴിക്കണേ. ഷെഫ്കുട്ടനെ ഇവിടെ അല്ല കേട്ടോ, ഷെഫ്കുട്ടൻ പുറത്ത് കഴിക്കാൻ തോന്നിയിട്ട്. അപ്പൊ ഇനി അടുത്ത നല്ല വിശേഷങ്ങളായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.